السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد. مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين. يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. നമ്മുടെ ഈ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഷെയ്ഖുന വളപുരം ഉസ്താദ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ ഖുത്ബുസ്സമാൻ മഹാനവറുകളുടെ ആദരണീയരായ ഖലീഫമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ ശ്രോതാക്കളെ, ഒരു നീണ്ട പ്രഭാഷണത്തിന് ആവശ്യമില്ലാത്ത വിധം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെയും നമ്മുടെ ഈ പരിപാടിയുടെയും ഒക്കെ സുപ്രധാനമായ ലക്ഷ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സംസാരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടി ഇന്നലെ ആരംഭിച്ചതാണ്. ഇന്നലെ അസ്ർ നിസ്കാരത്തോടു കൂടെ സമ്പൂർണ്ണ മുഹിയുദ്ദീൻ മാല വ്യാഖ്യാനം ആലപിച്ച് നമ്മുടെ കുട്ടികൾ ആലപിച്ച് തുടങ്ങിയ പരിപാടി മഗ്‌രിബിന് ശേഷം പ്രമുഖ സാഹിത്യകാരനും എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ മുഹിയുദ്ദീൻ മാലയെക്കുറിച്ചുള്ള പ്രഭാഷണം നടന്ന് അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്ന് അങ്ങനെ തുടക്കം കുറിച്ച പരിപാടി ഇന്ന് ഏകദേശം 9:30 മണിക്ക്, രാവിലെ 9:30 മണിക്ക് കൊടിയേറ്റത്തോടെ തുടക്കം കുറിച്ച് മൗലീദൊക്കെ കഴിഞ്ഞ പരിപാടി. ഇന്നലെ നമ്മുടെ ഈ പരിപാടിക്ക് എത്തിയ ആളുകളുണ്ട്, ഇന്നലെ ഇവിടെ താമസിച്ച് ഒക്കെ പങ്കെടുത്ത ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടു കൂടെ റാഹത്തോടു കൂടി തിരിച്ചു പോകണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും. അതിനിടയിൽ ചില ചെറിയ ചിന്തകൾ, ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്ന ആ പരിശുദ്ധമായ നാമം നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിലേക്ക് എന്നായിരിക്കും കയറി വന്നിട്ടുണ്ടാവുക? ആ പരിശുദ്ധമായ പേര് നമ്മുടെ കാതുകളെ കൊണ്ട് എന്നായിരിക്കും നാം കേട്ടിട്ടുണ്ടാവുക? ആ പരിശുദ്ധമായ പേര് നമ്മുടെ നാവുകളെ കൊണ്ട് ആദ്യമായി എന്നായിരിക്കും നാം ഉച്ചരിച്ചിട്ടുണ്ടാവുക? വലിയൊരു കൊള്ള സംഘത്തെ ഔലിയാക്കളാക്കി മാറ്റാൻ മാത്രമുള്ള സത്യസന്ധത പ്രകടിപ്പിച്ച ആ വലിയ സത്യസന്ധതയ്ക്ക് കാരണമായ മഹിളാ രത്നം ഗൗസുൽ ആലമിന്റെ മാതാവിന്റെ ആ ചരിത്രം ഏത് പ്രായത്തിലായിരിക്കും നാം കേട്ടിട്ടുണ്ടാവുക? നമ്മുടെ ചിന്തകളെ ഒന്ന് പിറകോട്ട് നാം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ മാതാവിന്റെ അമ്മിഞ്ഞയുടെ കൂടെ നാം നുകർന്നതായിരിക്കും ആ പേര്, ആ ചരിത്രം. അതല്ലെങ്കിൽ നമ്മുടെ ഉമ്മാമ്മയുടെ കഥ പറച്ചിലിന്റെ കൂടെ നാം കേട്ടതായിരിക്കും ഗൗസുൽ ആലം എന്ന് പറയുന്ന പരിശുദ്ധമായ പേര്. ഈ റബീഉൽ ആഖിർ മാസത്തിൽ ലോകമെമ്പാടും ഗൗസുൽ ആലമിന്റെ വഫാത്ത് ദിനം, ജീലാനി ദിനം ആചരിക്കുമ്പോൾ
ഇത് 886-ാമത്തെ ജീലാനി ദിനം ആചരിക്കുന്ന മാസമാണ് ഈ റബീഉൽ ആഖിർ. ഗൗസുൽ ആദം വിട പറഞ്ഞിട്ട് 886 വർഷം ആയി എന്നർത്ഥം. 8 നൂറ്റാണ്ട് കാലമായി മഹാനവറുകൾ നമ്മോട് വിട പറഞ്ഞു. 8 നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ചെറിയ സമയമല്ല, ചെറിയ കാലമല്ല. മഹാനായ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനമാണ് നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ 1400 വർഷങ്ങൾ പരിശോധിച്ചാൽ നിരവധി മഹാരഥന്മാരെ കാണാൻ സാധിക്കുമെങ്കിലും നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഗൗസുൽ ആദം എന്ന് പറയുന്ന പരിശുദ്ധമായ വ്യക്തിത്വത്തെ നിരന്തരം നാം ഓർത്തുകൊണ്ടിരിക്കുന്നു, നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. മൗലൂദിലൂടെ, മാലയിലൂടെ, മുഹയ്യദ്ദീൻ പള്ളികളിലൂടെ, റാത്തീബുകളിലൂടെ, കുത്തുബിയത്തുകളിലൂടെ, മുഹയ്യദ്ദീൻ, കുഞ്ഞി മൊയ്തീൻ, മൊയ്തീൻ കുട്ടി, അബ്ദുൽ ഖാദർ, കുഞ്ഞിക്കാദർ തുടങ്ങിയ നാമങ്ങളിലൂടെ നിരന്തരമായി നാം ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്ന ആ പരിശുദ്ധ വ്യക്തിത്വത്തെ. എന്തായിരിക്കും നമ്മൾ എത്രമാത്രം ഓർമ്മിക്കാനും സ്മരിക്കാനുമുള്ള കാരണം? നമ്മളല്ല, നമ്മുടെ പൂർവികർ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ സമ്മേളനം നടത്തുമ്പോഴും ഒരർത്ഥത്തിൽ വളരെ സന്തോഷകരമായ സാഹചര്യമാണ്. ഫലസ്തീനിൽ നിന്ന് കേൾക്കുന്ന റിപ്പോർട്ടുകൾ ഇന്ന് നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലകളിൽ നടന്ന വേദനിപ്പിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കുമോ? ഒരർത്ഥത്തിൽ നമുക്ക് സാധാരണ പറയാറുള്ളത് പോലെ ഫലസ്തീൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഉപഭൂഖണ്ഡത്തിൽ നിലകൊള്ളുന്ന ഒരു രാഷ്ട്രമല്ല ഫലസ്തീൻ. മറിച്ച് അറബ് രാഷ്ട്രങ്ങൾ ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളോട് അയൽപക്കം കെട്ടി നിൽക്കുന്ന, മുമ്പൊക്കെ പല ആളുകളും പ്രസംഗിക്കാറുള്ളത് പോലെ അറബികളൊന്ന് ഊതിയാൽ, അറബികളൊന്ന് ഒരുമിച്ച് മൂത്രമൊഴിച്ചാൽ പാറിപ്പോകാൻ മാത്രമുള്ള, ഒലിച്ചു പോകാൻ മാത്രമുള്ള ഒരു ജനതയുടെ ക്രൂരമായ മർദ്ദന പീഡന താണ്ഡവങ്ങൾക്ക് വിധേയമായി ഈ ലോകത്തോട് വിട പറഞ്ഞ് പിഞ്ചോമന മക്കളടക്കമുള്ള ആളുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല. ഫലസ്തീനികളെ മാറ്റിവെച്ച് നമുക്ക് ഈ സമയത്ത് ഒരു സമ്മേളനം നടത്താൻ കഴിയില്ല. അതേ സൂചിപ്പിക്കുന്നത് ലോകം മുഴുവനും മുസ്ലിങ്ങൾ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്തർദേശീയ രംഗത്ത് നാം പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലേക്ക് വന്നാലും ഐ ലവ് മുഹമ്മദിന്റെ പേരിൽ നടന്ന ക്രൂരമായ ചെയ്തികളും മറ്റുമൊക്കെ ഇന്നും അതിന്റെ അലയലുകൾ അവസാനിച്ചിട്ടില്ല. ഇന്നും പല ഭാഗങ്ങളിലും ഇതുപോലെ മുസ്ലിങ്ങൾക്ക് സമ്മേളനം നടത്താനോ കൂടിച്ചേരാനോ മഹാരഥന്മാരെ ഓർക്കാനോ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതുപോലെ നമ്മളൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കുമൊക്കെ ഇറങ്ങിച്ചെന്നാൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗസുൽ ആദം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ നാം അനുസ്മരിക്കുന്നത്. ഇവിടെയാണ് ഒരു വിമോചകൻ, ഇവിടെയാണ് ഒരു നായകൻ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ കൈപിടിച്ച് വിമോചനത്തിന്റെ പാതയിലേക്ക് തെളിക്കാൻ കഴിയുന്ന ഒരാള് എന്നാണ് പ്രത്യക്ഷപ്പെടുക എന്ന് ലോക മുസ്ലിങ്ങൾ കേണും കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന, കൊതിച്ചും കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്ന പരിശുദ്ധമായ വ്യക്തിത്വത്തെ നാം ഓർക്കുന്നത്. ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് മഹാനവറുകൾ ഈ ഉമ്മത്തിന്റെ മനസ്സിൽ ഇത്രത്തോളം ചേർന്ന് നിൽക്കാനുള്ള കാരണം? അതൊരു പക്ഷേ നമ്മുടെ നിഷ്കളങ്കതയുടെയോ നമ്മുടെ നിസ്വാർത്ഥതയുടെയോ ചരിത്രമല്ല അതിന്റെ പിന്നിലുള്ളത്, മറിച്ച് നമ്മുടെ സ്വാർത്ഥത. ആ സ്വാർത്ഥതയാണ് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ ഇത്രമാത്രം സ്നേഹിക്കാനുള്ള കാരണം. അങ്ങനെയാണല്ലോ. നമുക്ക് ഏതൊരു കാര്യം ആലോചിക്കുകയാണെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് എന്ത് കിട്ടും എന്ന് ആലോചിക്കുന്ന ആളുകളാണ്. നമ്മളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആളെ സ്നേഹിച്ചാൽ, അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് എന്ത് കിട്ടും? ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ സ്നേഹിക്കേണ്ടത്? അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് എന്ത് കിട്ടും? ഇത് എല്ലാ കാലത്തും മനുഷ്യൻ ആലോചിക്കുന്ന ഒരു വിഷയമാണ്. അവിടെയാണ് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പ്രസക്തി. ലോകത്ത് ഒരുപാട് മഹാന്മാരുണ്ട്, ഉന്നതമായ ദർജ പ്രാപിച്ച ആളുകളുണ്ട്. എന്നാൽ അവരിൽ അപൂർവം ചില ആളുകളാണ് മഹാന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവര് മഹാന്മാരായി എന്ന് മാത്രമല്ല, മഹാന്മാരായ ആളുകളെ സൃഷ്ടിച്ച ആളുകൾ,
അവർ ചരിത്രത്തിൽ ഗൗസുൽ ആദം ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു, മമ്പർത്ത തങ്ങൾ പാപ്പ, അജ്മീറിലെ ഖാജ പാപ്പ, ഖുതുബുസ്സമാൻ ഖദ്ദസല്ലാഹു അസ്റാറഹും, ഇവരെ പോലെയുള്ള കുറഞ്ഞ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അവിടെയാണ് ഗൗസുൽ ആദമിന്റെ പ്രസക്തി. മഹാനവറുകൾ ഉന്നതനാണ്. നമ്മുടെ മഹാനടക്കം ഖുതുബുസ്സമാൻ മഹാനവറുകളെ അടക്കമുള്ള ഒരുപാട് മഹാന്മാരെ ലോകത്തിന് സംഭാവന ചെയ്ത് അതുല്യ വ്യക്തിത്വമാണ് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഷെയ്ഖുന വളപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, ആ ലില്ല് ദീർഘകാലം അള്ളാഹു തആല അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നത് കേവലം ഒരു ഗൗസുൽ ആദമിന്റെ അനുസ്മരണം മാത്രമല്ല. ഉസ്താദ് പറഞ്ഞ സമയത്ത് ഷെയ്ഖുന ഇവിടെ ഇരിക്കുന്നത് പോലെ എന്തൊരു ആനന്ദമായിരുന്നു, എന്തൊരു രസകരമായിരുന്നു, എന്തൊരു സന്തോഷകരമായിരുന്നു. ഞങ്ങൾക്ക് ജീലാനി സമ്മേളനം, ഞങ്ങളെ കോളേജിലെ കുട്ടികൾക്കും ഉസ്താദുമാർക്കുമൊക്കെ ജീലാനി സമ്മേളനം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിലേക്ക് ഷെയ്ഖുന കടന്നു വരുമ്പോ അതിന് അത്തറ പൂശിയിട്ടും പുകയിപ്പിച്ചിട്ടും ഷെയ്ഖുനാക്ക് താമസിക്കാനുള്ള റൂം ഒരുക്കിയിട്ടും ഷെയ്ഖുനാന്റെ ബാത്റൂം ഒരുക്കിയിട്ടും ഷെയ്ഖുനാന്റെ കൈപിടിക്കാനുള്ള അതൊക്കെ ആലോചിച്ചും ഷെയ്ഖുനാനെ സ്വീകരിക്കാനും ഒക്കെ ദിവസങ്ങളോളം ഞങ്ങൾ ഒരുങ്ങി ഞങ്ങൾ തയ്യാറെടുക്കും. എന്നിട്ട് ജീലാനി സമ്മേളനം വരുന്ന ആ ദിവസം നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എപ്പോഴാ വരുന്നത്? മദീനയിലെ അൻസാറുകള് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നത് പോലെ, ദഫ്മുട്ടി സ്വീകരിക്കാൻ മദീനയിലെ പെൺകുട്ടികൾ കാത്തിരുന്നത് പോലെ നമ്മുടെ മുതഅല്ലിമീങ്ങള്, അവരുടെ രക്ഷിതാക്കള്, ഉസ്താദുമാര്, നാട്ടുകാര്, ഖാദിരികള്, സഹോദരിമാര് അവരെല്ലാവരും ആ മൂലയിലേക്ക് നോക്കി നിൽക്കുന്ന സമയം, അതിൻ്റെ ഇടയിൽ ഒരു ഫോൺ കോള്, ഷെയ്ഖുന ഇറങ്ങിയിട്ടുണ്ട്, ഷെയ്ഖുന ഇപ്പൊ അവിടെ എത്തും. അങ്ങനെ നാം കാത്തിരുന്ന് ദഫ്മുട്ടി മഹാനവറുകളെ ആനയിച്ച് ഇവിടെ ഇരുത്തിയ ആ രംഗം ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിലനിൽക്കുകയാണ്. അവസാനം ഷെയ്ഖുന പങ്കെടുത്ത ജീലാനി സമ്മേളനം ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോകണം. പെട്ടെന്ന് മഗ്‌രിബിന്റെ മുമ്പ് തന്നെ ഷെയ്ഖുന വന്നു പോകും എന്ന വിവരം കിട്ടുകയാണ്. പക്ഷേ ഷെയ്ഖുന മഗ്‌രിബിന്റെ മുമ്പ് എത്തി. ഞാൻ മഗ്‌രിബിന് ശേഷമാണ് സ്റ്റേജിൽ കയറുന്നത് എന്ന് പറഞ്ഞു. സ്റ്റേജിൽ കയറി പ്രസംഗിച്ച് ഉടനെ പോകുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന്റെ ശേഷം ഷെയ്ഖുന റൂമിലേക്ക് പോവുകയാണ്. ഭക്ഷണം കഴിച്ച് വീണ്ടും സ്റ്റേജിലേക്ക് വരികയാണ്. അങ്ങനെ പോയ ഖുതുബുസ്സമാൻ മഹാനവറുകളുടെ പ്രജ്വലിച്ച് നിൽക്കുന്ന ഓർമ്മകളും കൂടിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീലാനി സമ്മേളനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഖുതുബുസ്സമാൻ എന്ന് പറയുന്ന ആ മഹാന് നമുക്ക് സംഭാവന ചെയ്തു തന്നതാരാണ്? ഗൗസുൽ ആദം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആണ്. ഉത്തരേന്ത്യയുടെയും ബോംബെയുടെയും ഒക്കെ മലമടക്കുകളിലും ഖബറുകളിലും വനങ്ങളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലും റിയാദകളിലും മുജാഹദകളിലുമായി ജീവിച്ച് അതുപോലെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് അങ്ങ് മഹാരാഷ്ട്രയിലെ ശിവാപൂരിലെ ഖമർ അലി ദർവേഷ് റളിയല്ലാഹുവിന്റെ സമീപത്തുള്ള ചാരത്തുള്ള മസ്ജിദിലേക്ക് പോകണം, അവിടെ ഖുത്ബയോദണം, അവിടെ ഇമാമത്ത് നിൽക്കണം, അവിടെ കിതാബുകൾ മുതാല ചെയ്യണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാനെ കാട്ടിൽ നിന്ന് ശിവാപൂരിലെ മസ്ജിദിലേക്ക് പറഞ്ഞയച്ച് ഖമർ അലി ദർവേഷ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശുദ്ധമായ ദർബാറിന്റെ മുമ്പിൽ വെച്ച് സയ്യിദ് മുഹമ്മദ് ബാദ്ഷാ ഖാദിരി ചിസ്തി യമനി എന്ന് പറയുന്ന ഷെയ്ഖ് മദാർ ഷാ ഖാദിരി ഖദ്ദസല്ലാഹു അസ്റാറഹും ഈ പറയുന്ന പരിശുദ്ധമായ വ്യക്തിത്വങ്ങളുമായി സംഗമിപ്പിച്ചതാരാണ്? ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആണ്. പരിശുദ്ധമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ദിക്ർ ലാഹിറായി, പ്രകടമായി, ബാഹ്യമായി ഒരു ഷെയ്ഖിൽ നിന്ന് ഏറ്റുവാങ്ങണമെന്നും ആ ദിക്റിന്റെ പ്രചരണമാണ് ഇനി നിങ്ങളുടെ നാട്ടിൽ പോയി നിർവഹിക്കേണ്ടത് എന്ന് പ്രഖ്യാപിക്കാൻ മാത്രം മഹാരഥന്മാരായ മശായിഖ്മാരെ കൊണ്ട് പറയിപ്പിച്ചതാരാണ്? അത് ഗൗസുൽ ആദം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആണ്. അതാണ് ഗൗസുൽ ആദമിന്റെ പ്രത്യേകത. ഒരു മഹാന മാത്രമല്ല, അഹമ്മദ് റസാ ഖാൻ ബറേബിയെ കുറിച്ച് പറഞ്ഞു, ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇമാം സുഹ്റവർദി തങ്ങളെ കുറിച്ച് പറഞ്ഞു, അബുൽ ഹസൻ ഷാദുലി ഇമാമിനെ കുറിച്ച് പറഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ, ആരിഫീങ്ങളുടെ, മഹാരഥന്മാരുടെ, മഹത്തുക്കളുടെ നീണ്ട പട്ടിക പരിശോധിച്ചു നോക്കൂ. അവിടെയൊക്കെ ഗൗസുൽ ആദം
ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന അതുല്യ വ്യക്തിത്വത്തിന്റെ അതിശക്തമായ ഇടപെടലുകൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഖുതുബുസ്സമാൻ എന്ന് പറയുന്ന നമുക്കെന്നും നമ്മുടെ മനസ്സിൽ താലോലിക്കാൻ ഏതെങ്കിലും സമയത്ത് നമ്മുടെ കണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള പ്രത്യേകത എന്താണ്? എന്റെ ഈ കണ്ണുകൊണ്ട് മഹാനവറുകളെ കണ്ട കണ്ണാണ് എന്റെ ഈ കണ്ണ്. എന്റെ ഈ കണ്ണ് ഖുതുബുസ്സമാനെ കണ്ട കണ്ണാണ്. എന്റെ ഈ കണ്ണ് ഗൗസുൽ ആലമിന്റെ പിൻഗാമി ഖുതുബുസ്സമാനെ കണ്ട കണ്ണാണ്. എന്റെ ഈ കയ്യിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകത പറയാനുണ്ടെങ്കിൽ എന്റെ കരങ്ങള് ആ പരിശുദ്ധമായ കരങ്ങൾ പിടിച്ച കരങ്ങളാണ്. എന്റെ കാലിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ആ പരിശുദ്ധമായ ഹദറത്തിലേക്ക് നടന്നുപോയ കാലുകളാണ് എന്റെ കാലുകൾ. അതല്ലേ നമുക്ക് പറയാനുള്ളത്? അത്രയും വലിയൊരു സൗഭാഗ്യം നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നത് ഗൗസുൽ ആലം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്വാർത്ഥത നമ്മെ മഹാന്മാരാക്കാൻ, നമുക്ക് ആത്മീയമായ പദവി ഇതാണെന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾക്ക് സാധിച്ചു. 886 വർഷങ്ങൾക്കപ്പുറത്ത് മഹാനവറുകൾ നടത്തിയ ഒരു പ്രസക്തമായ പ്രഖ്യാപനത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നാമൊക്കെ മൗലിദ് പാരായണം ചെയ്യുന്ന സമയത്ത് ആ പ്രഖ്യാപനം പറയാറുണ്ട്. ഗൗസുൽ ആലം നടത്തിയ ഒരു പ്രഖ്യാപനം, തൂബാ ലിമൻ റആനി, തൂബാ ലിമൻ റആ മൻ റആനി, തൂബാ ലിമൻ റആ മൻ റആ മൻ റആനി, തൂബാ ലിമൻ റആനി ഫീ ഹയാതി. ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ സമൂഹത്തിൽ വന്ന് പച്ചയായി പ്രഖ്യാപിക്കുകയാണ്, തൂബാ ലിമൻ റആനി, എന്നെ കണ്ടവർക്കാണ് സൗഭാഗ്യം, എന്നെ കണ്ടവർക്കാണ് വിജയം, എന്റെ ജീവിതകാലത്ത് എന്നെ കണ്ടവർക്കാണ് വിജയം. വീണ്ടും ഗൗസുൽ ആലം പറയുകയാണ്, എന്റെ ജീവിതകാലത്ത് മാത്രമല്ല, അതാണ് ഇവിടുത്തെ പ്രസക്തി, എന്റെ ജീവിതകാലത്ത് മാത്രമല്ല, തൂബാ ലിമൻ റആ മൻ റആനി ബഅദ വഫാത്തി, എന്റെ വഫാത്തിന്റെ ശേഷം എന്നെ കണ്ടവർക്കാണ് വിജയം, എന്റെ വഫാത്തിന്റെ ശേഷം എന്നെ കണ്ടവർക്കാണ് വിജയം. എന്നിട്ടത് അവസാന നാൾ വരെയുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മുരീദന്മാരെ കുറിച്ച് വേറൊരു ഭാഗത്ത് ആ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. എന്തുജ്ജലമായ പ്രഖ്യാപനം! അതുകൊണ്ടാണ് ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഗ്ദാദിന്റെ ഔലിയാക്കൾ നിറഞ്ഞ ബഗ്ദാദിന്റെ മണ്ണിൽ വെച്ച് ചോദിച്ചത്, വമൻ ഫീ റിജാലില്ലാഹി നാലാ മകാനതി വജദ്ദി റസൂലുള്ളാഹി ഫിൽ അസ്ലി റബ്ബാനി. ആരാണുള്ളത്? വമൻ ഫീ റിജാലില്ലാഹി നാലാ മകാനതി, എന്റെ സ്ഥാനം എത്തിച്ച്, എന്റെ ഉന്നത പദവി എത്തിച്ച് ആരെങ്കിലും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കിടയിലുണ്ടോ, അള്ളാഹുവിന്റെ ആളുകൾക്കിടയിലുണ്ടോ? ഗൗസുൽ ആലം പറയുകയാണ്, എന്താണ് എന്റെ പ്രത്യേകത എന്നറിയുമോ? എന്റെ ഉപ്പാപ്പ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നെ തർബിയത്ത് ചെയ്തത്, എന്നെ സംരക്ഷിച്ചത്, എന്റെ ആത്മീയമായ പരിപാലനം നടത്തിയത്. അതുകൊണ്ട് ഗൗസുൽ ആലം പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലുണ്ടല്ലോ, എന്റെ ഉപ്പാപ്പയുണ്ടല്ലോ, എന്റെ ഉപ്പാപ്പ ഏതെല്ലാം സ്ഥലങ്ങളിലാണോ തന്റെ പരിശുദ്ധമായ പാദങ്ങൾ വെച്ചിട്ടുള്ളത്, ആ പാദങ്ങളിലൊക്കെയും ആ സ്ഥലങ്ങളിലൊക്കെയും എന്റെ പാദയും ഞാൻ വെച്ചിട്ടുണ്ട്. നിബുവ്വത്തിന്റെ ആ പാത, ആ കദമൊഴികെ എല്ലാ കദമിലും എന്റെ പാദയും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്നാണ് എന്നെ തർബിയത്ത് ചെയ്തത്, അവിടെ നിന്നാണ് ആത്മീയമായ ശിക്ഷണങ്ങൾ നൽകിയത്. ആ ഗൗസുൽ ആലം ധൈര്യസമേതം പറയുകയാണ്, തൂബാ ലിമൻ റആനി, എന്നെ കണ്ടവർക്കാണ് വിജയം, എന്നെ കണ്ടവർക്കാണ് വിജയം. അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ വെച്ച് പ്രഖ്യാപിച്ചതുപോലെ, തൂബാ ലിമൻ റആനി വലിമൻ റആ മൻ റആനി വലിമൻ റആ മൻ റആ മൻ റആനി, എന്നെ കണ്ടവർക്കാണ് വിജയം, എന്നെ കണ്ടവർക്കാണ് വിജയം, എന്നെ കണ്ടവർക്കാണ് വിജയം. അതൊരു വ്യക്തിക്ക് മാത്രമല്ല, ഒരു സമൂഹത്തിനും ഉസ്താദ് സൂചിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധരായ സഹാബത്തിനോട് പറഞ്ഞ ഹദീസ്, സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹാബ, ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞാൽ നിങ്ങളൊരു സമൂഹവുമായി പോരാട്ടത്തിന് പോകും, യുദ്ധത്തിന് പോകും. ആ സമയത്ത് നിങ്ങൾക്കിടയിൽ നിന്ന് ഒരു ചോദ്യം ഉയരുകയാണ്, എന്റെ സഹാബത്ത് അവരൊക്കെ മരണപ്പെട്ടു പോയി, അവർക്ക് വഫാത്തായി പോയി, ആ കണ്ണി അവസാനിച്ചു, ഇനി വിരൽ കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയുന്ന ആളുകൾ മാത്രമാണുള്ളത്. ആ സമയത്തതാ ആ രണാങ്ക
രണാങ്കണത്തിൽ വെച്ച് ഒരു ചോദ്യം ഉയരുകയാണ്. എന്താണ് ആ ചോദ്യം എന്നറിയുമോ? ശത്രുക്കളെ തകർക്കാൻ കഴിയുന്ന മാരകായുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ? ശത്രുക്കളെ തകർക്കാൻ കഴിയുന്ന തൂക്ക് നമ്മുടെ കയ്യിലുണ്ടോ? ശത്രുക്കളെ തകർക്കാൻ കഴിയുന്ന ബോംബ് നമ്മുടെ കയ്യിലുണ്ടോ? അതിശക്തനായ ഏതെങ്കിലും ഒരു പോരാളി ശത്രുപക്ഷത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഇടിച്ച് നിരപ്പാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പോരാളി നമുക്കിടയിലുണ്ടോ എന്ന ചോദ്യമല്ല ഉയരുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട്, നിബിതങ്ങളുടെ പരിശുദ്ധമായ മുഖം കണ്ട്, നിബിതങ്ങളുടെ കൂടെ ജീവിച്ച ഒരു സഹാബിയുണ്ടോ നമുക്കിടയിൽ? ഒരു സഹാബിയുണ്ടോ? എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന സഹാബികൾക്കിടയിൽ അവർ പറയുന്നു, അതാ ഒരു സഹാബിയുണ്ട് റളിയല്ലാഹു അൻഹു. എന്നാൽ ആ സഹാബി മുഖേന, എന്നെ കണ്ട ആ സഹാബി മുഖേന നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും. വീണ്ടും ചോദ്യം ഉയരുകയാണ്. ആ തലമുറയും അവസാനിക്കുകയാണ്. വീണ്ടും ചോദ്യം ഉയരുന്നു. ഇനി അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടവരില്ല, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട സഹാബികളില്ല. പക്ഷേ റസൂലുള്ളാഹിനെ കണ്ടവരുണ്ടോ? ഏതെങ്കിലും സഹാബികളെ കണ്ടവരുണ്ടോ? ഉണ്ട് എന്ന് പറയുന്നു. അവർ മുഖേന നിങ്ങൾക്ക് വിജയമുണ്ടാകും. വീണ്ടും ചോദ്യം ഉയരുന്നു. നിബിതങ്ങളില്ല, നിബിതങ്ങളെ കണ്ടവരില്ല, നിബിതങ്ങളെ കണ്ടവരില്ല. എന്നാ പിന്നെ നിബിതങ്ങളെ കണ്ടവരുണ്ടോ? ഒരാളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതാണ് ദീൻ എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചത്. അത്രയും പരിശുദ്ധമായ വ്യക്തിത്വം അത് പ്രഖ്യാപിക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു എന്നതാണ് അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ സവിശേഷത. എന്തേ ഔസുൽ ആലമിന് അങ്ങനെ പറയാൻ സാധിച്ചത്? എന്താണ് അള്ളാഹുവിന്റെ റസൂലിന് അങ്ങനെ പറയാൻ സാധിച്ചത്? അവര് ശരിക്ക് ഈ സമൂഹത്തെ സംസ്കരിച്ചത്. നമുക്കൊക്കെ എന്താണ് ഒരു ധാരണ ഉണ്ട്, ജനങ്ങളെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം പ്രഭാഷണങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ, അങ്ങനെ മാത്രമാണ് ആളുകളെ നന്നാക്കുക എന്നുള്ള പരിപാടി. അങ്ങനല്ല. അത് മാത്രം അതുണ്ട്. പ്രഭാഷണം വേണം, ഉപദേശങ്ങൾ വേണം, നസീഹത്തുകൾ വേണം. അതിലപ്പുറം സുഹബത്ത് എന്ന് പറയുന്ന സഹവാസത്തോടുകൂടി അത്ഭുതകരമായി നന്നാക്കുന്ന പരിപാടി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. യാ അയ്യുഹൻ നബി, ഓ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, നബിയെ തങ്ങളെ സാക്ഷിയായി സർവലോകങ്ങൾക്കും സർവകാര്യങ്ങൾക്കും സാക്ഷിയായിട്ടാണ് തങ്ങളെ നിയോഗിച്ചത്. കുറച്ചധികം വ്യാഖ്യാനിക്കേണ്ട കാര്യമാണ്. നമുക്ക് പറയാം, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. വനദീറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നയാളാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ് പ്രവാചകർ. വസിറാജം മുനീറ, എന്നിട്ട് പ്രകാശിപ്പിക്കുന്ന വിളക്കാണ്, സൂര്യനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിലൂടെ അല്ലാഹു തആല റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയ ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇന്ന അർസൽനാക ഷാഹിദൻ, ഷഹിദ സാക്ഷ്യം വഹിച്ചു. ഞാൻ അറിഞ്ഞു, ഞാൻ മനസ്സിലാക്കി, ഞാൻ കണ്ടു. അതിലപ്പുറാണ്. ഉസ്താദെ, നിങ്ങളത് അറിഞ്ഞോ? നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ആ സംഭവത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? ഈ യക്കുവാണി കുറച്ച് ഒഴിവാക്കിയാലേക്കാരം നല്ലത് തോന്നുന്നുണ്ട് എനിക്ക് കേട്ടോ. പിന്നെ സാക്ഷ്യം വഹിച്ചോ എന്ന് പറഞ്ഞാൽ ആ ചോദ്യം ഒരു വല്ലാത്ത ചോദ്യമാണ്. സാക്ഷ്യം വഹിച്ചോ? അത് കാണുക, അത് വല്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് നബിയെ അങ്ങ് ഷാഹിദ. പിന്നെ പറയുന്നത് എന്താ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. വനദീറ, മുന്നറിയിപ്പ് നൽകുന്ന ആളാണ്. ലളിതമായി പറഞ്ഞ
സാധാരണക്കാരുടെ ഭാഷ എടുത്ത് പറഞ്ഞാൽ, നിങ്ങൾ നന്മ ചെയ്ത് വിശ്വസിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാം. ഈ സന്തോഷ വാർത്ത റസൂലുള്ളാഹി നൽകി. നിങ്ങൾ അവിശ്വസിച്ച് തിന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നരകത്തിലായിരിക്കും നിങ്ങൾ പോകേണ്ടി വരിക. ഇനി അതിലപ്പുറത്ത് ഒരാൾ കൂടുതൽ നന്നായി ആത്മീയമായി ഉയർന്നു പോയാൽ നിങ്ങൾ അള്ളാഹുവിനെ കാണാൻ കഴിയും. ഈ വക സന്തോഷങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ഈ സന്തോഷ വാർത്ത എവിടുന്നാ റസൂലുള്ളാഹി നൽകുന്നത്? എവിടുന്നാ റസൂലുള്ളാഹി സന്തോഷ വാർത്ത നൽകുന്നത്? അത് കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു പുസ്തകം വായിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല, തോന്നിയതിന്റെ അടിസ്ഥാനത്തിലല്ല, ഗവേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലല്ല, കണ്ടു ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കണ്ടിട്ടുണ്ട്. കണ്ട സ്വർഗത്തിലേക്കാണ് റസൂൽ ക്ഷണിക്കുന്നത്. അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി ഉണ്ട്. പരിപാടി കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ട്. ബിരിയാണി ഉണ്ട്. എന്താ ഫതുസ്താദ് പറഞ്ഞു ബിരിയാണി, ഞാൻ പറയാണ് ബിരിയാണി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാണ്, ബിരിയാണി ഉണ്ട് ഉറപ്പാണോ? നിങ്ങൾ യോഗം ചേർന്ന് തീരുമാനിച്ചതാണോ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞതാണോ? അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് ബിരിയാണിന്റെ വാസന കേട്ടതാണോ? അതൊക്കെ ആണെങ്കിൽ ചില സംശയത്തിനല്ല, ഞാൻ അവിടെ ബിരിയാണി പൂതിയാക്കണത് കണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഓക്കെ, അതേ സ്വർഗത്തിലേക്കാണ് റസൂൽ ക്ഷണിക്കുന്നത്. തനിക്ക് കണ്ട് ബോധ്യപ്പെട്ട സ്വർഗത്തിലേക്കാണ്. ഷാഹിദാണ് നിബിധങ്ങൾ. നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ സാക്ഷിയാണ്. ആ സാക്ഷിയായ നരകത്തെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെ അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകൻ. വസിറാജം മുനീറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശിപ്പിക്കുന്ന വിളക്ക്. അള്ളാഹുവിന്റെ സമ്മതം, അനുമതിയോട് കൂടിയാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്. അതൊരു വിഷയമാണ്, ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞില്ല. സിറാജം മുനീറ. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ നിർവഹിച്ച ദൗത്യം എന്താ? ഒരുപാട് സിറാജം മുനീറ, നബി തങ്ങൾ സ്വന്തമായി ജ്വലിച്ചു നിൽക്കുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശിപ്പിച്ച, ഒരുപാട് പ്രകാശങ്ങൾ നൽകിയ, ഒരുപാട് വിളക്കുകളെ സൃഷ്ടിച്ച ആളായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഹിതദൈതും എന്നൊക്കെ പറഞ്ഞത്. എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരുപാട് ആളുകളെ, സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ നമ്മൾ എണ്ണുന്ന സഹാബികള്, അവരെയൊക്കെ സ്വഭാവങ്ങൾക്ക് നമുക്കറിയാം. അവരെയൊക്കെ കടഞ്ഞെടുത്ത് മുത്തിന്റെ മാണിക്യ കല്ലുകളാക്കി മാറ്റിയതാരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഉമർ ആരായിരുന്നു? ഉമർ, ഞങ്ങൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ അബ്ദുള്ള ഹാജി ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി അബ്ദുള്ള ഹാജിന്റെ പഴയ കാലം. അവ ഉമറില്ല ഞങ്ങൾ കിട്ടും. ഞങ്ങൾക്ക് ആ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. വളാഞ്ചേരി മാർക്കറ്റിലൂടെ, ഇപ്പോൾ പറയാൻ പറ്റൂല, നടന്നു പോയ കൊമ്പമീഷൊക്കെ വെച്ച് പെണ്ണുങ്ങളെയും കുട്ടികളെയും ആൾക്കാരൊക്കെ പേടിപ്പിച്ചത് അബ്ദുള്ള ഹാജി. ഇന്ന് നമ്മളെ സമ്മേളനം നടക്കുമ്പോൾ നമുക്കൊക്കെ അങ്ങനെ അത്തർ കുടഞ്ഞു തരാണ്. അത്തർ ഫരട്ടി തന്ന്, അത്തർ കുടഞ്ഞു തന്ന്, അല്ലേ? അല്ലാഹു തആല സുഖലോക സ്വർഗത്തിലും അതൊക്കെ അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ഉമറിനെ ഉമറാക്കി മാറ്റിയത് ആരാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്? ഞാൻ സാമ്പിൾ പറയാണ്. കേവലം ഒരു പ്രഭാഷണം മാത്രമല്ല, പ്രസംഗിച്ച് മാത്രമാണ് നന്നാക്കിയത് എന്നല്ല. ഒരാൾ അള്ളാന്റെ റസൂലിനോട് നിന്നോട്ട് പറയാണ്, നബിയെ, ഇസ്ലാം നല്ല മതമാണെന്ന് എനിക്കറിയാം, ഇസ്ലാം സ്വീകരിക്കാൻ ഒരു കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ഒരൊറ്റ പ്രശ്നമാണ് ഞാൻ ഇസ്ലാമിൽ കാണുന്നത്. ആ സുബഹി നിസ്കാരം ഉണ്ടല്ലോ, സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ഫജ്ർ സ്വാദിഖ് വെളിവായിട്ട് നിസ്കരിക്കണം, ആ സുബഹി നിസ്കാരം, അത് മാത്രം കഴിയൂല നബി. ആ സമയത്തുള്ള ഉറക്കം അത് ഒഴിവാക്കാൻ കഴിയൂല. എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂല് സമ്മതം കൊടുക്കുകയാണ്. ബാക്കി സമയത്തൊക്കെ എന്റെ കൂടെ നിസ്കാരത്തിന് ഉണ്ടാകുമല്ലോ, അതുണ്ടാകും നബി. ബാക്കി ഉറക്കം ഒഴിവാക്കേണ്ട പ്രശ്നമല്ലല്ലോ, ഞാൻ ഉണ്ടാകും. എന്നാൽ സുബഹി തൽക്കാലം മാറ്റിവെക്കാൻ ഇസ്ലാം സ്വീകരിച്ചോ? അദ്ദേഹം മുസ്ലിമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മദീനയിലെ പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കും, വീട്ടിൽ പോകും, ജമാഅത്തിൽ പങ്കെടുക്കും. കുറഞ്ഞ ദിവസം കൊണ്ട് അദ്ദേഹം സുബഹി നിസ്കരിക്കുക മാത്രമല്ല, രാത്രി ഉറക്കൊഴിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉന്നതമായ പദവിയിലേക്ക് എത്തിപ്പെട്ടു. അള്ളാഹിന്റെ റസൂൽ പ്രസംഗിച്ചിട്ടില്ല, ക്ലാസ് എടുത്തിട്ടില്ല. റസൂലുള്ളാഹിനോടുള്ള സുഹബത്ത്, സഹവാസം,
ആ രീതിയിലുള്ള തസ്കിയത്ത്, ആ രീതിയിലുള്ള തർബിയത്ത് അത് അല്ലാഹുവിന്റെ റസൂൽ നിർവഹിച്ചിട്ടുണ്ട്. അതായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാരുടെ തർബിയത്ത്. നമുക്ക് പഴയ കാലത്ത് ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാകും, ഹർമലത്ത് ഇബ്നു സയ്യിദ് അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി. ആ സഹാബി അള്ളാഹിന്റെ റസൂലിനോട് വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, അൽ ഈമാനു ഹാഹുന, ഈമാൻ എന്ന് പറയുന്ന ഇതിവിടെയാണ് നബിയെ, എന്റെ നാവ് നിറയെ ഈമാനാണ്. നമ്മളൊക്കെ പറയല്ലോ തൊള്ളോണ്ട് പായസം വെക്കാന്ന് പറഞ്ഞ പരിപാടിയാ, നിറയെ ഈമാനാണ്. തന്റെ നെഞ്ച് കാണിച്ചിട്ട് പറയുകയാണ്, നബിയെ ഈ നെഞ്ചിന്റെ ഉള്ളിൽ കാപട്യമാണ് നബിയെ, നിഫാഖാണ് നബിയെ. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അല്ലാഹുവിനെ വളരെ കുറച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ നബിയെ. ധാരാളം അല്ലാഹുവിനെ ഓർക്കാൻ എന്റെ ഖൽബിന് സാധിക്കുന്നില്ല നബിയെ, അതുകൊണ്ട് ഞാൻ മുനാഫിഖാണ് നബിയെ. അതൊന്ന് ശരിയാക്കി തരണം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ എന്താ മുനാഫിഖിന്റെ നരകത്തിലുള്ള ശിക്ഷയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ചെയ്തത്? അങ്ങനെ ഉണ്ടാകും, പക്ഷെ ഇവിടെ അതല്ല ചെയ്തത്. അദ്ദേഹത്തിന് പ്രഭാഷണം ക്ലാസ് എടുത്തു കൊടുക്കുക ചെയ്തത് അല്ല. അള്ളാഹിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ നാവ് പിടിച്ച്, എന്നിട്ട് റസൂലുള്ള ആ നാവ് പിടിച്ചൊരു പ്രത്യേക പ്രാർത്ഥന നടത്തി. ആ ദുആ നടത്തിയത് കൂടി അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ നിഫാഖ് കാപ്പട്ടെ നീങ്ങിപ്പോയി. ഉടനെ തന്നെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ഗോത്രത്തിൽ, എന്റെ നാട്ടിൽ എന്നെ പോലെയുള്ള വേറെയും കുറച്ച് ആളുകളുണ്ട്, ഞാൻ അവരെ നേതാവാണ് നബിയെ, അതുകൊണ്ട് എന്നെ പോലെ കപടന്മാരായ കുറെ ആളുകളുണ്ട്, അവരുടെ നീങ്ങാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അത് പറ്റൂല, നിങ്ങൾ വന്നതുപോലെ അവരെന്റെ അടുക്കലേക്ക് വന്നാൽ, നിങ്ങൾക്ക് ചെയ്തതുപോലെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്താൽ അത് നീങ്ങിപ്പോകും. ഇങ്ങനൊരു തർബിയത്ത്. അവിടെയാണ് ഔസുലാദും ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്ന ആ പരിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ വല്ലാത്തൊരു പ്രത്യേകത, വല്ലാത്തൊരു സവിശേഷത. ആ രീതിയിലുള്ള തർബിയത്ത് നമ്മള് ഈ ഒരു ഇസ്ലാം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദ് ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹുവിന്റെ കഥ പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൽ അല്ലെങ്കിൽ കുറെ ആചാരങ്ങളിൽ, കുറെ അനുഷ്ഠാനങ്ങളിൽ ഒതുക്കി നിർത്തേണ്ട ഒരു കാര്യമില്ല. അതിന്റെ അപ്പുറത്ത് ഇസ്ലാമിനൊരു വ്യക്തിത്വമുണ്ട്. ഞാൻ നേരത്തെ അനുസ്മരിച്ചു ഫലസ്തീനികളെ കുറിച്ച്. മുസ്ലിങ്ങൾക്ക് വിജയം വേണം. എപ്പോഴാണ് മുസ്ലിങ്ങൾക്ക് വിജയം ഉണ്ടാവുക? അവർ മരിച്ചാലും അവർക്ക് ജീവിക്കാൻ കഴിയണം. മരിച്ചാലും ജീവിക്കാൻ കഴിയുന്ന സമൂഹത്തിനാണ് വിജയം. ജീവിക്കുമ്പോഴും മരിച്ച സമൂഹത്തിന് പരാജയമായിരിക്കും. മരണം രക്തസാക്ഷിയാകുക. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലേ, നമ്മുടെ പള്ളിയൊക്കെ അലി റളിയല്ലാഹുവിന്റെ പേരിലാണ് ഉയർന്നു വരാൻ പോകുന്നത്. അല്ലാഹു തആല കാണാനും അനുഭവിക്കാനും നിസ്കരിക്കാനും ഒക്കെ നമുക്ക് ഔറാദുകളും ദിക്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനും ചെല്ലാനും ഒക്കെ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എത്ര സന്തോഷത്തോടെ ഉസ്താദ് ആ കാര്യം പറഞ്ഞത്. മാത്രമല്ല, പള്ളിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഉസ്താദിന്റെ ഹിമ്മത്ത്, പള്ളിയായിട്ട് ഇന്ന് ഒക്കെ അംഗീകാരം കിട്ടാൻ വല്ല പ്രയാസ. ആരോട് ചോദിച്ചാലും പറയും പള്ളിയായിട്ട് അംഗീകാരം കിട്ടൂല. അതിനിപ്പോൾ പല ആളുകളും സാംസ്കാരിക കേന്ദ്രം, പ്രയർ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കാറുള്ളത് പല പള്ളികളും. പക്ഷേ നമുക്ക് പള്ളിയായിട്ട് അംഗീകാരം കിട്ടിയതിന് ശേഷം തുടങ്ങാമെന്ന് പറഞ്ഞു. നീണ്ട കാത്തിരിപ്പിന് ശേഷം അല്ലാഹു തആല അവസരം തന്നിരിക്കുകയാണ്. അല്ലാഹു തആല അത് കാണാനും അനുഭവിക്കാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കൂഫയുടെ മണ്ണിൽ വെച്ച് ശത്രുവിന്റെ കുത്തേറ്റ് വിട പറയുന്ന സമയത്ത്, യാത്ര പറയുന്ന സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഫുസ്തു വറബ്ബിൽ കഅബ, ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ വിജയിച്ചു. ഞാൻ തോറ്റു എന്നല്ല പറയുന്നത്. വിട പറയുന്ന സമയത്ത് പറയുകയാണ് ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ നാഥനെ തന്നെയാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു. അതാണ് ശരിക്കും ഇസ്ലാമിക സമൂഹത്തിന്റെ. അലി റളിയല്ലാഹു തആല അൻഹു മാത്രമല്ല, എത്ര സഹാബികള്. നമുക്കങ്ങനെ മൂല്യമാർ ഉസ്താദുമാര് വഅദ് കേൾക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ട് ആസ്വദിക്കാറുണ്ടാകും അല്ലെ. കൊലക്കയറിൽ വെച്ച് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നടത്തിയ പ്രഖ്യാപനം, വലസ്തു ബാലിഹീന ഉഖ്തൽ മുസ്ലിമ അലാ അയ്യ ജംബിൻ കാന ലില്ലാഹി മസ്റഈ, ഞാനൊരു മുസ്ലിമായിട്ടാണ് മരിക്കുന്നത് എങ്കിൽ ഞാൻ എങ്ങനെ മരിക്കുന്നു എന്ന് ഞാൻ പ്രശ്നമായിട്ട് കാണില്ല. എങ്ങനെ മരിച്ചാലും വേണ്ടിയില്ല. എത്ര ഉജ്ജവാൻതുമല്ല ഔലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് വിജയിച്ചവർ എന്ന പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ രീതിയിൽ
ജീവിച്ചിരിക്കുന്ന സമയത്ത് മയ്യിത്തുകളായിട്ട് മാറരുത്. മയ്യിത്തുകളാകുന്ന സമയത്തും ജീവനുള്ളവരായിട്ട് മാറണം. അതാണ് ശരിക്കും ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രത്യേകത. അങ്ങനെ ജീവനുള്ള ഒരു സമൂഹത്തെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു തആല അൻഹു അങ്ങ് അവിടെ ചെന്ന് ആഫ്രിക്കയിൽ ചെന്ന് ആഫ്രിക്കയുടെ വനത്തിൽ ചെന്ന് പാമ്പുകളോടും തേളുകളോടും സിംഹങ്ങളോടും ഒക്കെ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെ പോയ ആ രംഗത്തെ കുറിച്ച് ഉസ്താദ് പറഞ്ഞ ജീവനുള്ള ഒരു സമൂഹമായിരുന്നു. അങ്ങനെ ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ ജീവനുള്ളൊരു സമൂഹമാണ്. ആ ജീവനുള്ള സമൂഹത്തിലാണ് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക. അതായിരുന്നു ശരിക്കും ഗൗസുൽ ആലം എന്ന് പറയുന്ന അതുല്യ വ്യക്തിത്വത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നേരത്തെ ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഉമർ സുഹ്റവർദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഗൗസുൽ ആലമിന്റെ മുമ്പിലേക്ക് എത്തിപ്പെട്ട ആ സംഭവത്തെ കുറിച്ച് ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി. അത് വല്ലാത്തൊരു രംഗല്ലേ. ഇൽമുൽ കലാമും മറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കിതാബുകൾ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ തടവൽ കൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, ആ കൈ ഇങ്ങോട്ട് ഊരിയ സമയത്ത് ഒരൊറ്റ ലഫ്സ് പോലും എനിക്ക് ഓർമ്മയില്ല. ആ രീതിയിലെല്ലാം മഹാനുകൾ വായിച്ചു കളഞ്ഞു. പിന്നെ എനിക്ക് ലദുന്യായ ഇൽമു ലഭിച്ചു. ഞാൻ ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഞാൻ ഹിക്മത്ത് സംസാരിക്കാൻ തുടങ്ങി, തത്വജ്ഞാനം സംസാരിക്കാൻ തുടങ്ങി. ആ രീതിയിലേക്ക് ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിറഹുൽ അസിനെ പരിവർത്തിപ്പിച്ചു. വേറെ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ആത്മീയമായ ശക്തി അന്നത്തെ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് ബഗ്ദാദിന്റെ ആത്മീയമായ ഭരണം നടത്തുന്ന സമയത്ത് ബഗ്ദാദിൽ ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയാണ്. വ്യത്യസ്ത ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അൽ മുസ്തൻജിദ് ബില്ലാഹി അബുൽ ഗഫർ. അൽ മുസ്തൻജിദ് ബില്ലാഹി അബുൽ ഗഫർ ഈ ഭരണാധികാരി ഗൗസുൽ ആലമിന്റെ ദർബാർ സന്ദർശിക്കാൻ ഖാദിരിയ മദ്രസ കാണാൻ വേണ്ടി മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കാണാൻ വേണ്ടി വന്നു. വലിയ ഹദിയയുടെ പ്രസന്റേഷനുകളുടെ സമ്മാനങ്ങളുടെ വലിയ കൂമ്പാരവുമായിട്ടാണ് മഹാനവറുകൾ വന്നത്. 10 ചാക്ക് നിറയെ സമ്മാനങ്ങള്, ദീനാറും ദിർഹമും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് 10 ചാക്കുകൾ നിറയെ സമ്മാനം. മുസ്തൻജിദ് ബില്ലാഹിയുടെ അബുൽ ഗഫറിന്റെ ഖാദിമീങ്ങൾ, സേവകന്മാർ അവരത് വഹിച്ച് അവർ തലയിൽ വെച്ചാണ് ഈ വലിയ സമ്മാനവുമായി ഗൗസുൽ ആലമിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. യഹ്മിലുഹാ അശ്റത്തും മിനൽ ഖദം, അശ്റത്തും മിനൽ ഖദം 10 സേവകന്മാരാണ് അത് വഹിച്ചിട്ടുള്ളത്. അത് ഗൗസുൽ ആലമിന്റെ മുമ്പിൽ വെച്ചു. വലിയ ഭരണാധികാരിയാ, ബഗ്ദാദിന്റെ ഭരണാധികാരി. അവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ ഒന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നെങ്കിൽ ഒന്ന് കൊതിക്കുന്ന, ഞങ്ങളൊന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന, ആ സമ്മാനം വാങ്ങാൻ പോകുന്ന അത്രയും വലിയ ഭരണാധികാരി ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്ന ആ അതുല്യ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് യാചിക്കുകയാണ്, ഈ സമ്മാനം ഒന്ന് സ്വീകരിച്ചാലും. മുഹ്യിദ്ദീൻ ഷർലാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, കൊണ്ടുപോ, ഞാനത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമ്മാനങ്ങളാണ്, യാചിച്ചു അങ്ങ് സ്വീകരിച്ചാലും. ഗൗസുൽ ആലം പറഞ്ഞു, ഞാൻ സ്വീകരിക്കില്ല, കൊണ്ടുപോ, എനിക്കത് വേണ്ട. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അങ്ങയെ കൊതിച്ച് അങ്ങയെ ആഗ്രഹിച്ച് ഞങ്ങൾ കൊണ്ടുവന്നതാണ്, അങ്ങ് ഇത് സ്വീകരിക്കണം, അങ്ങ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത പ്രയാസമാകുമെന്ന് പറഞ്ഞപ്പോൾ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ പ്രസന്റേഷനുകളുടെ വലിയ കൂമ്പാരങ്ങളിലേക്ക്, വലിയ ചാക്കുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് നോക്കിയിട്ട് ഗൗസുൽ ആലം അതിൽ ഏറ്റവും നല്ല 2 ചാക്കുകൾ, ഒന്ന് തൻ്റെ വലതു ഭാഗത്ത് വെക്കുന്നു, മറ്റൊന്ന് തൻ്റെ ഇടതു ഭാഗത്ത് വെക്കുന്നു. അവിടെ ശിഷ്യന്മാരുണ്ട്, ഭരണാധികാരിയുണ്ട്, അദ്ദേഹത്തിൻ്റെ സേവകന്മാരുണ്ട്, പട്ടാളക്കാരുണ്ട്. അവർ സന്തോഷിച്ചു. ഏറ്റവും നല്ല 2 എണ്ണം ഗൗസുൽ ആലം സ്വീകരിച്ച് ബാക്കി തിരിച്ചു തരാനായിരിക്കും പരിപാടി എന്നാണ് അവർ വിചാരിച്ചത്. ഒന്ന് വലതു ഭാഗത്തെടുത്തു. ഗൗസുൽ ആലം ആ ചാക്ക് ഇങ്ങനെ തൻ്റെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അൽ മുസ്തൻജിദ് ബില്ലാഹ് അബുൽ ഗഫറിന് കാണിച്ചു കൊടുത്തു. പിഴിഞ്ഞപ്പോ നല്ല ചുവന്ന രക്തമാണ് അതിൽ നിന്നിങ്ങനെ താഴോട്ട് ഉറ്റു വീഴുന്നത്. രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. രണ്ടാമത്തെ ഇടതു ഭാഗത്തുള്ള ചാക്ക് എടുത്തു. അതിങ്ങനെ മുണ്ടി പിഴിയുന്നത് പോലെ, തോർത്ത് പിഴിയുന്നത് പോലെ അതിങ്ങനെ പിഴിഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. രക്തം അതിൽ നിന്നിങ്ങനെ ഉറ്റുറ്റി വീഴുകയാണ്. ഇതിന് മുരീദന്മാരും പട്ടാളക്കാരും എല്ലാവരും സാക്ഷിയാവുകയാണ്. ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വളരെ ഗൗരവത്തോടെ ഇദ്ദേഹത്തോട് ചോദിച്ചു, യാ അബുൽ ഗഫർ, ലജ്ജയില്ലേ നിങ്ങൾക്ക്?
ആളുകളുടെ സമ്പത്ത് അവരുടെ രക്തം ഊറ്റി കുടിച്ച് അതുമായി എന്റെ മുമ്പിലേക്ക് വരാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഈ ചാക്കുകൾ നിറയെ ജനങ്ങളുടെ രക്തമാണ്, അതെനിക്ക് വേണ്ട, കൊണ്ടുപോയെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലുമായി ഒരു നിസ്ബ, ഒരു ബന്ധം, ഒരു രക്തബന്ധം നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളുടെ വീടുകൾ വരെ രക്തം ഒഴുകുമാർ, ഈ ചാക്കുകളിലെ രക്തം ഞാൻ ഇവിടെ വെച്ച് ഒഴുക്കുമായിരുന്നു എന്ന് ഗൗസുൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പ്രഖ്യാപിച്ച ഉടനെ ബോധം കെട്ട് വീഴുകയാണ്. ഈ രംഗം കണ്ട് ബോധം കെട്ട് വീഴുകയാണ്. അതാണ് ഗൗസുൽ ആലം എന്ന് പറയുന്നത്. തൻ്റെ ആത്മീയ ശക്തി കൊണ്ട് ഉജ്ജ്വലമായ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഗൗസുൽ ആലം. അതാണ് ശരിക്ക് ഇസ്ലാം എന്ന് പറയുന്നത്. ആത്മീയമായ ശക്തി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച് അവിടുന്ന് നേടിയെടുത്ത ആത്മീയതയുടെ വിജയമായിരുന്നു. ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹുവിന് പാമ്പുകളോടും തേളുകളോടും സിംഹങ്ങളോടും പുലികളോടും പറയാൻ എങ്ങനെ സാധിച്ചത്? ഞങ്ങൾ അസ്ഹാബ് റസൂലില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരാണ്, ഇവിടെ ഞങ്ങൾ പ്രബോധനത്തിന് വേണ്ടി വന്നതാണ്, ഇവിടെ ഞങ്ങൾ ആസ്ഥാനം കെട്ടാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞപ്പോഴേക്ക് അവർ മുഴുവനും അവരുടെ ഫാമിലികളുമായി, അവരുടെ കുടുംബങ്ങളുമായി അവർ ആ കാട് വിട്ട് പോകാൻ മാത്രം ഉജ്ജ്വലമായ ശക്തി എവിടെ നിന്നാണ് ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു ലഭിച്ചത്? അതായിരുന്നു ഇസ്ലാമിന്റെ ആത്മീയ ശക്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പറിൽ നിന്ന് ഖുത്ബയോതുന്ന സമയത്ത് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്ത്, എത്രയോ ദൂരെ നിന്ന് യുദ്ധം ചെയ്യുന്ന തൻ്റെ സൈന്യത്തിന്റെ തലവനോട് യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ, സാരിയ അത് മലയതാ, ആ മലയുടെ അപ്പുറത്ത് നിന്ന് ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, അത് സൂക്ഷിക്കൂ എന്ന് പറഞ്ഞ് മദീനയിലെ മിമ്പറിൽ വെച്ച് അങ്ങപ്പുറത്ത് എത്രയോ ദൂരം യുദ്ധം ചെയ്യുന്ന സാരിയയെ നോക്കി, മൊബൈലില്ലാതെ, ടെലിഫോണില്ലാതെ, ഒരു കമ്പിയും ഇല്ലാതെ, ഒരു ആധുനിക സംവിധാനങ്ങളുമില്ലാതെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് പ്രഖ്യാപിക്കാനും അത് കേൾക്കാനും കഴിഞ്ഞത് എങ്ങനെയാണ്? അതാണ് ഇസ്ലാമിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഇറാഖിൽ പോയ സമയത്ത് ടൈഗ്രീസ് നദിയെക്കുറിച്ച്, മദായിനിലെ ആ കോട്ടയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ അൽത്താഫിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സമീറ ഖാദിരിയ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബഗ്ദാദിന്റെ പുണ്യഭൂമിയിലാണ്. ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ചാരത്താണ്. അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ ആണ്ടിന്റെ മാസവും കൂടിയാണ്. ആ മദായിൻ കീഴടക്കാൻ വേണ്ടി ടൈഗ്രീസ് നദിയുടെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹിത്തി അവർ താവളമടിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ടൈഗ്രീസ് നദിയുടെ അപ്പുറത്ത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം ഇപ്പുറത്തേക്ക് മദായിൻ കീഴടക്കാൻ വേണ്ടി, അവിടെ തൗഹീദിന്റെ വെന്നിക്കൊടി പാറിപ്പിക്കാൻ വേണ്ടി, അവിടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ വേണ്ടി അവരവിടെ അപ്പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഭരണാധികാരികളുടെ അക്രമം അവസാനിപ്പിക്കണം, അവരുടെ പീഡനങ്ങൾ അവസാനിപ്പിക്കണം, പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണം, പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കണം, ശിർക്ക് അവസാനിപ്പിക്കണം. തൗഹീദിന്റെ വെന്നിക്കൊടി അവിടെ പാറണം എന്ന് കരുതി അവർ കാത്തു നിൽക്കുകയാണ്. ഇങ്ങ് ടൈഗ്രീസ് നദി കടക്കണം. അതിനുള്ള ഏക വഴി എന്താണ്? ഒന്ന് പാലമാണ്, ടൈഗ്രീസ് നദിയുടെ പാലമാണ്. അവർ തകർക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ടൈഗ്രീസ് നദി കടന്ന് ഇങ്ങോട്ട് വരും എന്ന് പേടിച്ച് അവരതാ പാലം തകർക്കുന്നു. പിന്നെ എന്താണ്? ചെറിയ ചെറിയ തോണികളാണ്. ആ തോണികൾ കടന്ന് ഇങ്ങോട്ട് വരണം. അവർ തോണികളും നശിപ്പിക്കുകയാണ്, എല്ലാം അവർ നശിപ്പിക്കുകയാണ്. ടൈഗ്രീസ് നദി കടക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തൻ്റെ സൈന്യത്തെ വിളിച്ചു വരുത്തി ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടത്തുകയാണ്. എന്താണ് ആ പ്രഭാഷണം എന്നറിയുമോ? ഇതാ ഞങ്ങൾ കാണുന്നില്ലേ മദായിൻ, നിങ്ങൾ കാണുന്നില്ലേ മദായിനിലെ കോട്ട, നിങ്ങൾ കാണുന്നില്ലേ മദായിനിലെ കൊട്ടാരങ്ങൾ, നിങ്ങൾ കാണുന്നില്ലേ? അത് നമ്മെ നോക്കി പുഞ്ചിരിക്കുകയാണ്, നമ്മെ മാടി വിളിക്കുകയാണ്. അവിടേക്ക് നമുക്ക് പോകണ്ടേ? പാലം നമ്മുടെ മുമ്പിലില്ല, നമ്മുടെ മുമ്പിൽ ഒന്നും തന്നെയില്ല, തോണികൾ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു
പറയുകയാണ്, ഞാൻ മൂസാ നബിയുടെ ആ വടി കടമെടുക്കാൻ പോവുകയാണ്. ഇതാ ഈ ടൈഗ്രീസ് നദിയിലൂടെ എൻ്റെ കുതിരകളെ ഞാൻ ഓടിക്കാൻ പോവുകയാണ്. നിറയെ വെള്ളമുള്ള മുങ്ങിച്ചാകാൻ പോകുന്ന ടൈഗ്രീസ് നദിയുടെ മുകളിലൂടെ ഞാനിതാ നടക്കാൻ പോവുകയാണ്. നിങ്ങളും എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ സൈന്യം ഒന്നടങ്കം തക്ബീർ വിളിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങളും വരാമെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു തൻ്റെ കുതിരയെ അതാ ടൈഗ്രീസ് നദിയിലേക്ക് ഇറക്കുകയാണ്. അവരതാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം നടത്തി ടൈഗ്രീസ് നദിയുടെ ജലപ്പരപ്പിലൂടെ ഇങ്ങനെ കുതിരകളുടെ കുളമ്പടികൾ ഇങ്ങനെ ചലിപ്പിച്ച് 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 അവർ അക്കരെ പറ്റുകയാണ്. ആ സമയത്ത് മദാഇനിൽ നിന്നതാ ശത്രുക്കൾ, അവരുടെ പട്ടാളം, അവരുടെ രാജാക്കന്മാർ നോക്കുകയാണ്. അപ്പോൾ അവരവിടെ അതിങ്ങനെ കണ്ടിട്ട് അവർ പറഞ്ഞു, ഈ ടൈഗ്രീസ് നദിയുടെ മുകളിലൂടെ കുതിരപ്പുറത്ത് കയറിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ നടന്നു വരുന്ന കണ്ട് പറഞ്ഞു, അത് മനുഷ്യന്മാരല്ല, ജിന്നുകളാണ് വരുന്നത്, അവരോട് യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് എല്ലാ സാമഗ്രികളും കൊട്ടാരങ്ങളും സൗകര്യങ്ങളും ഒക്കെ അവരെ കൊണ്ട് പരമാവധി എടുത്തു കൊണ്ടാൻ പറ്റുന്നതൊക്കെ എടുത്ത് ബാക്കി അവിടെ വെച്ചിട്ട് അവർ ഓടിപ്പോയി. പിന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ആ പ്രദേശം കീഴടക്കി. അങ്ങനെ ഒരു ശക്തി ഇസ്ലാമിനുണ്ടായിരുന്നു. ആ ഒരു ശക്തിയിലേക്കാണ് ശരിക്കും ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹു തിരിച്ചു പോയത്. അങ്ങനെയാണ് അവിടുന്ന് തർബിയത്ത് നടത്തിയത്. ഒരു വലിയ ശക്തമായൊരു ഇസ്ലാമിക സമൂഹത്തെ നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് പോലും ആ വെളിച്ചം ഗൗസുൽ ആദം അന്ന് ബഗ്ദാദിൽ കത്തിച്ച ആ വെളിച്ചം നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് പോലും സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ വലിയൊരു ആത്മീയ ശക്തി, അതിനൊരുപാട് മുജാഹദകളും റിയാദുകളും ഒക്കെ മഹാനുകൾ നടത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ഉസ്താദൊക്കെ നേരത്തെ ഇന്ന് രാവിലെ ഉസ്താദ് മൗലൂദിൻ്റെ ശേഷം ദുആ ചെയ്തു, ഇപ്പോഴും ദുആ ചെയ്തു. ഒക്കെ ഒരുപാട് ആളുകൾ ഇത്തരം പരിപാടികൾക്ക് അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും പൈസ തരികയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു തആല അതൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അലി വണ്ടല്ലൂരിൻ്റെ ഭാര്യയുടെ പിതാവ് നമ്മുടെ ജിലാനി സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തിരുന്ന ആളായിരുന്നു. അബു എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം ഇന്ന് വിടവാങ്ങിയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബർസഖിയായ ജീവിതം അല്ലാഹു തആല സന്തോഷകരമായി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മൾ ഇതൊക്കെ ഓർക്കുമ്പോൾ അവിടെ ഒരുപാട് ഓർക്കേണ്ട ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട അബ്ബാസ് ഹാജി, സൈനുദ്ദീൻ ഹാജി, രായിൻ ഹാജി, അതുപോലെ തന്നെ നമ്മുടെ മറുവ അബൂബക്കർ ഹാജി, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ മാനുവാക്ക, 2 മാനുവാക്കകൾ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്ന ആളുകളാണ്. ഈ ഭൂമിയിൽ വന്ന ആളുകൾ, ഇതിലൊക്കെ സുഗന്ധങ്ങൾ തന്ന ആളുകൾ, ഇതിലൊക്കെ കഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട പല ആളുകളും ഖബറിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുത്ബുസ്സമാൻ മഹാനുഭവത്തുള്ള അത്യുന്നതമായ ജീവിതം അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഞാൻ ഈ സദസ്സിൽ വെച്ച് എൻ്റെ ഉമ്മാനെയും കൂടി ഓർക്കുകയാണ്. അല്ലാഹു നമുക്കൊക്കെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടാകും. അല്ലാഹു അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം അല്ലാഹു തആല സന്തോഷകരമായി കൊടുക്കുമാറാവട്ടെ, സുഖകരമായി കൊടുക്കുമാറാവട്ടെ. ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ മുരീദന്മാരിലും മുഹിബ്ബീങ്ങളിലും ഖാദിമീങ്ങളിലും അവിടുത്തെ ആ സംഘത്തിലുമൊക്കെ അല്ലാഹു തആല അവരെയും നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട സകല ആളുകളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ട ആൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ്, ഹംസ് ഉസ്താദ് ഒക്കെ തുടങ്ങിയ നമുക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ അല്ലാഹു ആ നെല്ല് ദീർഘകാലം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു തആല ഇതിൻ്റെയൊക്കെ നല്ല പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.